കുക്കിംഗ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞാൻ വന്നിട്ടുള്ളത് ബ്രെഡ് ഉപയോഗിച്ച് തയ്യാറാക്കുന്ന വളരെ ടേസ്റ്റി ആ ഒരു സ്നാക്സിന്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. വെറും 2 മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. നല്ല ടേസ്റ്റ് ഉള്ള ഒരു സ്നാക്സ് ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കാണുന്ന റെഡ് കളറിലുള്ള സബ്സ്ക്രൈബ് എഴുതിയ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പതേ ഇങ്ങനെ ഒരു ബെല്ലൈക്കൺ വരും, അതും കൂടെ പ്രസ് ചെയ്യുക. അപ്പതേ ഇങ്ങനെ കാണാം. അതിൽ മുകളിൽ കാണുന്ന ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കണം കേട്ടോ. എന്നാലേ ചാനലിലെ പുതിയ അപ്ഡേഷനുകളൊക്കെ നിങ്ങൾക്ക് ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് വീഡിയോ നോക്കാം. അപ്പൊ ഈ സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് ആദ്യം വേണ്ടത് ബ്രെഡ് പൊടിച്ചതാണ് കേട്ടോ. ഇതിപ്പോ ഞാനൊരു 5 ബ്രെഡ് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ്. പിന്നെ ഇതിലേക്ക് തേങ്ങ ചിരവി എടുത്തത് വേണം. ഇതിപ്പോ ഏകദേശം 1 കപ്പോളം ഉണ്ട്. പിന്നെ 1 മുട്ട, അതുപോലെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഇവയും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. തേങ്ങയും പഞ്ചസാരയും ബ്രെഡ് പൊടിയും ഒക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ആയി വരണം. ഇപ്പോ ഞാൻ ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ചെറിയ ചെറിയ ഉരുളകളാക്കി മാറ്റി വെക്കാം കേട്ടോ. ഞാനിപ്പോ ഇത്ര എണ്ണ ഇവിടെ ഉരുട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഫ്രൈ ചെയ്യാനായിട്ട് ആദ്യം ഒരു കാര്യം ശ്രദ്ധിക്കുക, എണ്ണ നന്നായിട്ട് ചൂടാക്കുക. എണ്ണ ചൂടായതിനു ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് തീ കുറച്ചു വെക്കുക കേട്ടോ. എന്നിട്ട് വേണം നമ്മുടെ സ്നാക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാന്. ഒരേ സൈഡ് തന്നെ വെച്ചോണ്ടിരിക്കരുത് കേട്ടോ. തിരിച്ചു മറിച്ചു ഇട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് കളർ ചേഞ്ച് ആയി ഗോൾഡൻ കളർ ആയിട്ട് വരും കേട്ടോ. കൂടുതലായിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കുകയൊന്നും വേണ്ട. എന്നിട്ട് ഇതുപോലെ ഗോൾഡൻ കളർ ആയിട്ട് വരുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഇപ്പൊ നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ തന്നെ മതി. വളരെ ടേസ്റ്റി ആണ് കേട്ടോ. കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ്. വെറും 2 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കാണുന്ന റെഡ് കളറിലുള്ള സബ്സ്ക്രൈബ് എഴുതിയ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പതേ ഇങ്ങനെ ഒരു ബെല്ലൈക്കൺ വരും, അതും കൂടെ പ്രസ് ചെയ്യുക. അപ്പതേ ഇങ്ങനെ കാണാം. അതിൽ മുകളിൽ കാണുന്ന ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കണം കേട്ടോ. എന്നാലേ ചാനലിലെ പുതിയ അപ്ഡേഷനുകളൊക്കെ നിങ്ങൾക്ക് ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് വീണ്ടും ഒരു അടിപൊളി റെസിപ്പിയുമായിട്ട് കാണാം.